പക്ഷെ മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യന് പറ്റത്തില്ലല്ലോ. കാര്യം ദൈവത്തോടല്ലേ ചെയ്തത്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ രഹസ്യം എന്താണ്? ക്രിസ്തു എന്തുകൊണ്ട് മനുഷ്യരാകേണ്ട അവസ്ഥ വന്നു? കാര്യം മനുഷ്യനോട് ചെയ്ത പാപത്താണ് നമുക്ക് പരിഹരിക്കാം. ഇപ്പോൾ കോടതിയൊക്കെ പരിഹരിച്ചില്ലേ, വണ്ടി ഇടിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശരി, അവന് എത്ര വയസ്സുണ്ട്, അവൻ്റെ പ്രൊഫഷൻ എന്താണ്, അവന് എത്ര മക്കളുണ്ട്, അവൻ്റെ പ്രായം എന്താണെന്നൊക്കെ നോക്കിയിട്ട് ജഡ്ജി പറയും ശരി എന്നാൽ 5 ലക്ഷം രൂപ കൊടുക്കുക, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ കൊടുക്കാൻ പറയും. മനുഷ്യനോട് ചെയ്ത അപരാധത്തിന് കോടതി പരിഹാരമുണ്ട്. പക്ഷേ ഇത് പരിഹാരം അതല്ല. ദൈവം തന്ന കൽപ്പനകൾക്ക് എതിരെ ഒരാൾ പ്രവർത്തിച്ചാൽ അത് ദൈവത്തോട് തന്നെ ചെയ്യണതാണ്. മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരാകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് ചെയ്ത തെറ്റാവും. അപ്പോൾ മനുഷ്യനത് പരിഹരിക്കാൻ പറ്റത്തില്ല. മനുഷ്യന് പരിഹരിക്കാൻ പറ്റാ പിന്നെ ആരെങ്കിലും ഇത് പരിഹരിക്കണമല്ലോ. അതിനാണ് പരിഹാരമായിട്ടാണ് ക്രിസ്തു വരണത്. ആര്? ദൈവം തന്നെ മനുഷ്യപ്രകൃതി സ്വീകരിച്ചുകൊണ്ട് അവൻ ആകൃതിയിൽ മനുഷ്യനെപ്പോലെയായി ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമില്ലാതെ അവൻ മനുഷ്യനായി മരണത്തോളവും കുരിശ് മരണത്തോളവും തന്നെ താഴ്ത്തി.